എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങൾ കടന്നു പോണേ. കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞു. എനിക്കിപ്പോഴും ഇന്നലെ എയർപോർട്ടിൽ നിന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ എന്നുള്ള ഫീലാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, സമയം ആർക്ക് വേണ്ടി കാത്തു നിൽക്കില്ലല്ലോ. അതിൻ്റെ പാട്ടിന് ഇങ്ങനെ പോകും. ഈ ഒരാഴ്ച എങ്ങനെയാണ് പോയെന്ന് പോലും അറിയില്ല. പക്ഷേ കുറേ ന്യൂ ബിഗിനിങ്സ്, പുതിയ കുറേ റൂട്ടീൻസ്, അങ്ങനെ കുറേ നല്ല മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായി. ആസ് എ ന്യൂ മോം ഇപ്പോഴാണ് ഞാൻ കിവിക്ക് ഫുൾ ടൈം മമ്മിയായി മാറിയത്. കാരണം മുന്നേ 7 മണിക്കൂർ വർക്കിംഗ് അവേഴ്സ് ഉണ്ടായിരുന്നു. ഹാഫ് ആൻ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ എല്ലാം കൊണ്ട് ഒരു 8 മണിക്കൂർ ഞാൻ എന്തായാലും വീട്ടിലുണ്ടാവാറില്ല. പിന്നെ നമ്മൾ ബാക്കി ഒരു 7 അവർ എന്തായാലും ഉറങ്ങുമായിരിക്കും മിനിമം. ആക്ച്വലി കിവിക്കും ഇത് പുതിയൊരു എക്സ്പീരിയൻസാണ്. കാരണം ഫുൾ ടൈം എൻ്റെ കൂടെ തന്നെയാണല്ലോ. മുന്നേ അങ്ങനെയല്ല, കുറേ നേരം അമ്മ എൻ്റെ കൂടെ ആവും, കുറച്ച് സമയം എൻ്റെ കൂടെ, പിന്നെ ഉറങ്ങുമ്പോൾ മാത്രം എൻ്റെ കൂടെ, അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ ആൾക്ക് എല്ലാം പുതിയതാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നു ഫുൾ ടൈം, കുറേ പുതിയ മുഖങ്ങൾ. പക്ഷെ അവരൊക്കെ ആയിട്ട് ആൾ ഓൾറെഡി സെറ്റായിട്ടോ. 1 വീക്ക് ഇസ് എനഫ് എന്ന് എനിക്ക് തോന്നുന്നു. ഒരുവിധം എല്ലാവരുമായിട്ട് ഹാപ്പിയായി സെറ്റായി. അമ്മമ്മയൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ട്. ഇതൊരു റാൻഡം ഡേ ആണ്. നമ്മൾ ഒരു ദിവസം നീലുവിൻ്റെ ഡാൻസ് ക്ലാസ് ഉള്ള ദിവസമായിരുന്നു. എനിക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. കിവിക്ക് വേണ്ട ഗ്രോസറീസ്, കുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നീലുവിൻ്റെ കൂടെ നേരെ വിട്ടു. ആദ്യം തന്നെ നമ്മൾ നേരെ പോയത് നീലുവിൻ്റെ ഡാൻസ് ക്ലാസ്സിലോട്ടാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചെറിയ സെൽഫി ക്ലിക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നീലു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു വീഡിയോ എടുക്കുന്നുണ്ടിട്ട്. നീലു വാസ് സോ ഹാപ്പി. ഇതാണ് നീലുവിൻ്റെ ഡാൻസ് ക്ലാസ്, DMAX. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നീലുവിൻ്റെ കൂടെ ഡാൻസ് ക്ലാസ്സിൽ പോകുന്നത്. ഇവിടെയാണ് നീലു എന്തെങ്കിലും കോമ്പറ്റീഷനൊക്കെ വരുമ്പോൾ വെസ്റ്റേൺ ഡാൻസ് പഠിക്കുന്ന സ്ഥലം. നീലുവിനൊരു ടീച്ചറുണ്ട്, അതുപോലെ ഒരു സാറുണ്ട്. ഓൾറെഡി അവിടെ നീലുവിൻ്റെ വേറൊരു ഫ്രണ്ടിന് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്തത് നീലുവിൻ്റെ ടേണായിരുന്നു. നീലുവിൻ്റെ ഡാൻസ് ഞാൻ കുറച്ച് നേരം കണ്ടു, പിന്നെ ഞാൻ പോയി. കാരണം ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വരണമായിരുന്നു നീലുവിൻ്റെ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് അച്ഛമ്മയും മോളും കൂടെ പേപ്പർ വായിക്കുന്നത്. അച്ഛമ്മ വായിക്കുന്നത് വളരെ സൂക്ഷ്മമായി നോക്കിയിരിക്കുക. ഞാൻ പിന്നെ ഡിസ്റ്റർബ് ചെയ്തില്ല. അത് കുറച്ച് നേരം കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തു, കാരണം കണ്ടു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നീലു ചേച്ചീനെ ട്യൂഷന് കൊണ്ടാക്കാൻ പോകുന്ന വലിയച്ഛൻ്റെ കൂടെ. പക്ഷെ നീലു ചേച്ചി തിരിച്ചു വരുന്നു, എന്തോ എടുക്കാൻ മറന്നിട്ട് തിരിച്ചു പോകുന്നു. അപ്പോൾ അവിടുന്ന് ചേട്ടൻ വരുന്നുണ്ട്. ചൈൽഡ്ഹുഡ് എന്തൊരു ബ്യൂട്ടിഫുൾ ആണല്ലേ. ഇത് കാണുമ്പോൾ എനിക്ക് ഇവരോട് ശരിക്കും അസൂയ തോന്നും. എന്ത് രസമല്ലേ വൈകുന്നേരങ്ങളും ഇതുപോലെയുള്ള സമയമൊക്കെ. ശരിക്കും അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട്. ഈ ആക്സിലേറ്റർ കൂടുന്നതിനനുസരിച്ച് ഓടിയും കൂടുന്നുണ്ട്. അങ്ങനെ അതിന് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ആക്സിലേറ്റർ വളരെ കൂളായിട്ട് ഓടിക്കുക. ഹിയർ കംസ് മൈ ടേൺ. ആഫ്റ്റർ ലോങ് ഇയേഴ്സ് ലൈസൻസ് എടുത്തേ പിന്നെ കാർ ഇതുവരെ തൊട്ടിട്ടില്ല. ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആയിരുന്നു. പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, എന്നാൽ പിന്നെ കാറൊന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ച് വീട്ടിലുള്ള കാറിൽ കയറിക്കൂടിയത്. അതിനുശേഷം തിരിച്ച് വന്നിട്ട് കിവിക്കുള്ള ബ്ലൂബെറി പ്യൂരെ പ്രിപ്പയർ ചെയ്തു. രാത്രിയാകുമ്പോൾ ഇന്ന് ബ്ലൂബെറി കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ സാധനം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ്. ഈ സ്റ്റോറേജ് ബോക്സ് വളരെ അടിപൊളി സാധനമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാനും കിവിയും കൂടെ, കിവിയായിട്ടുള്ള യുദ്ധമാണ് ഇപ്പോൾ എല്ലാ ദിവസവും. ബിക്കോസ് കിവിക്ക് ഇപ്പോൾ 8-8.5 മാസമായി. കിവി ഭയങ്കര സീനാണ് ഇപ്പോൾ. നിലത്തിരുത്തിയാൽ നിലത്തിരിക്കില്ല, എടുത്താൽ അപ്പോൾ നിലത്തിറങ്ങണം. അതുകൊണ്ട് എന്തെങ്കിലും പണി ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ കിവിക്ക് എൻ്റെ കൂടെ വരണം. അങ്ങനെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടും ഇഷ്ടപ്പെട്ടും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കിവിക്കുള്ള പ്യൂരി ഞാനവിടെ കുക്ക് ചെയ്യാൻ വെച്ചു. അതിൻ്റെ ഇടയിൽ നിലത്തിറക്കിയപ്പോൾ ഉള്ള കിവിയുടെ സന്തോഷമാണ് ഈ കാണുന്നത്. ഇൻ ബിറ്റ്വീൻ കിവിയുടെ ബോട്ടിലൊക്കെ നമ്മൾ വാഷ് ചെയ്തു. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ വന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഫസ്റ്റ് ക്രൈയിൽ മേടിച്ചപ്പോഴത്തേക്കും ബ്ലൂബെറി ഒക്കെ കുക്കായിട്ടുണ്ടായിരുന്നു നന്നായിട്ട്. എന്നിട്ട് അത് നമ്മൾ പ്യൂരി ആക്കാൻ വേണ്ടിയിട്ട് ബ്ലെൻഡറിലോട്ട് മാറ്റി. ഇത് ഞാൻ ഖത്തറിൽ നിന്ന് വാങ്ങിച്ച ഒരു ബ്ലെൻഡറാണ്, നിഞ്ച എന്നുള്ള ബ്രാൻഡിൻ്റെ. നല്ല ബ്ലെൻഡറാണ്, ബ്ലേഡൊക്കെ നല്ല സ്ട്രോങ് ആണ്. നമുക്ക് സ്മൂത്തി, ഷേക്ക് അതൊക്കെ അടിക്കാൻ പറ്റും, പ്രോട്ടീൻ ഷേക്കൊക്കെ. അത് പോർട്ടബിളുമാണ്. നമുക്ക് ഇതിനൂടെ വേറെ ഒരു പാർട്ടും കൂടെ വരുന്നുണ്ട്. അത് സ്ക്രൂ ചെയ്തിട്ട് നമുക്കിതൊരു ബോട്ടിൽ പോലെ നമുക്കെടുത്തു കൊണ്ട് നടക്കാനും പറ്റും. സോ ഭയങ്കര ഈസിയാണ്. പക്ഷെ മോട്ടർ കുറച്ച് ഹെവിയാണ്. ഇതിൻ്റെ അടിയിലെ ഭാഗം ഹെവിയാണ് മോട്ടർ.
പക്ഷെ നല്ലതാണ്, നല്ല സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ പ്യൂരെ റെഡിയായി. കിവിക്ക് ഡിന്നറായിട്ട് ഞാൻ ഇന്ന് ഇതാണ് കൊടുക്കുന്നത്. ആക്ച്വലി സ്നാക്കായിട്ട്, ഈവനിങ് സ്നാക്കായിട്ടാണ് പ്യൂരെ കൊടുക്കാറ്. ഡിന്നർ കുറച്ച് ഹെവി ആക്കാറുണ്ട്. പക്ഷേ ആൾക്കിന്ന് നല്ല വിശപ്പായതുകൊണ്ട് തന്നെ ഈവനിങ് തന്നെ ഞാൻ നല്ല ഹെവി ഫുഡ് കൊടുത്തു. അപ്പോൾ പിന്നെ രാത്രി ഇന്ന് ബ്ലൂബെറി പ്യൂരെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പെട്ടെന്ന് പ്രിപ്പയർ ചെയ്തത്. പിന്നെ പ്യൂരെ ഉണ്ടാക്കാൻ കുറച്ചും കൂടി ഈസിയാണല്ലോ, അതുകൊണ്ടാണ് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തത്. കിവിക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരുവിധം ഫുഡ് ഐറ്റംസൊക്കെ ഞാൻ നീലുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അതിൽ ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെടില്ല. ഇത് ആദ്യം കൊടുത്തപ്പോൾ വലിയ ഇഷ്ടമായില്ല, പിന്നെ വന്നു എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നീലുവിനും കൂടി ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ബ്ലൂബെറി പ്യൂരെ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.